ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ഫസ്റ്റ് വ്ലോഗ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയും, ഈ വ്ലോഗ് എടുപ്പ് കുറച്ച് ടഫാണ്. ഞാനിപ്പോൾ കുറേ ടേക്കായി ഞാനിത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഇത്രയും നാളെന്ന് പറഞ്ഞാൽ വോയിസ് ഓവർ കൊടുത്താൽ മതിയായിരുന്നു വീഡിയോസിൽ. ബട്ട് ഇത് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഗൈസ്, ഞാനിന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാനായിരുന്നു. ബട്ട് ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല ലേറ്റായി. കാരണം ആകെ ഇത്രയും ദിവസം ഉള്ളതിൽ സൺഡേ മാത്രമേ ഒരു ലീവ് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു 10-11 മണിയൊക്കെ ആയി എഴുന്നേറ്റപ്പോൾ തന്നെ. പിന്നെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് തുണി അലക്കാണ്ടായിരുന്നു. തുണിയെല്ലാം കൊണ്ട് അലക്കി. പിന്നെ കുറച്ച് സ്കിൻ കെയർ, ഹെയർ കെയർ ഒക്കെ ചെയ്യണമായിരുന്നു. സ്കിൻ കെയർ എൻ്റെ ഇവിടെ വലിയൊരു കുരു വന്നിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ചെയ്ത് പിന്നെ കുളിച്ച് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പുറത്തേക്ക് പോകാൻ പോവാം. കാരണം നാളെ എൻ്റെ റിസൾട്ട് വരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ ഹോളി ഹിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. മാംഗ്ലൂരുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന സ്ഥലമാണ്. നമ്മൾ അർജുൻ റെഡ്ഡി മൂവിയിൽ അത് കാണിക്കുന്നുണ്ട്. ആ സ്ഥലം വ്യൂ ആയിട്ട് ആ ഒരു സ്ഥലം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞൊരു വർഷിപ്പിംഗ് പ്ലേസ് ആണ്. അപ്പോൾ ഞാൻ ഓർത്ത് വന്ന് അവിടെ പോകുന്നതിൻ്റെ ഒരു വ്ലോഗായിട്ട് നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്നൊക്കെ ഇറങ്ങി. നമുക്ക് മോർണിംഗ് 6 തൊട്ട് ഈവനിങ് 6 വരെയാണ് നമുക്ക് ഔട്ടിങ്ങിന് ടൈം. അതിനിടയ്ക്ക് നമുക്ക് 4 മണിക്കൂർ എപ്പോൾ വേണേലും എടുക്കാം. പക്ഷെ ഞങ്ങളിപ്പോൾ ഇറങ്ങിയപ്പോൾ വൈകിട്ട് 5 മണിയായി. ഇനിയിപ്പോൾ 1 മണിക്കൂറിലൂടെയുള്ള ആ 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ പോയിട്ട് വരണം. ഇല്ലേ ഹോസ്റ്റലിൽ നിന്ന് ഡയറക്റ്റ് കോളേജിലോട്ട് ഒരു വിളി വരും. അതിലും വരെ നമ്മൾ നേരത്തെ കയറുന്നതല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. ഗൈസ്, ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയേഴ്സ് 2 പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ജൂനിയേഴ്സായി. ഇവളുമാരെയും കൂടെ കൂട്ടിക്കൊണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഹോളി ഹില്ലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എടുത്ത കുറച്ച് ഷോർട്സിൻ്റെ സൗണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വോയിസ് ഓവർ എടുക്കുന്നത്. ഇത് നമ്മൾ പോകുന്ന വഴിയാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ആകെ ഒരൊറ്റ കട മാത്രമേ ഉള്ളൂ, വേറെ കടയൊന്നുമില്ല. പിന്നെ ഇത് നമ്മൾ ഹോളി ഹില്ലിലോട്ട് കയറുന്നതിൻ്റെ എൻട്രൻസ് ആണ്. നമ്മൾ നേർച്ച നേർന്നിട്ട് നമുക്കിപ്പോൾ മുട്ടിൽ എഴുന്ന് കയറിയേക്കാം എന്നൊക്കെ നമുക്ക് നേർച്ചയൊക്കെ നേർന്നിട്ട് നമുക്ക് കയറാനായിട്ട് പറ്റും. സ്റ്റെപ്പായിട്ട് നമുക്ക് നേർച്ച അങ്ങനെ കാല് വെച്ച് അടി വെച്ച് നമുക്ക് കയറാമെന്ന് നേർച്ചയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ മുകളിൽ കയറി പ്രാർത്ഥിച്ച് നല്ല വ്യൂ ആണ് അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ. പിന്നെ താഴെ തന്നെ ഒരു ചാപ്പലുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് പുറത്തോട്ട് ഇറങ്ങി. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ കത്തിക്കാൻ വേണ്ടി തിരി വാങ്ങിച്ചിട്ടുണ്ട്. ഇനി തിരി കത്തിച്ചിട്ട് നമുക്ക് പോവാം. അതേ സമയമില്ല, ഹോസ്റ്റലിൽ കയറാൻ ടൈമായി. ഇവിടെയാണ് നമ്മൾ കത്തിക്കാൻ പോകുന്നത്. എന്തെങ്കിലും അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി ഇനിയിപ്പോൾ താഴോട്ട് പോകും. അപ്പോൾ അതിന് മുന്നേ ഇവിടുത്തെ സീനറി ഒന്ന് കാണിച്ചു തരാം. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അർജുൻ റെഡ്ഡി മൂവി ഇവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് അതിൻ്റെ ലൊക്കേഷൻ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് വെച്ചിട്ട് ആ സീൻ ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ചുറ്റും നല്ല രസമാണ്. എല്ലാവരും പറയുന്ന മാംഗ്ലൂരിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗം തന്നെ നമുക്കിങ്ങനെ മുകളിൽ നിന്ന് കാണാൻ പറ്റുമെന്ന്. ബാക്ക് അടിച്ച് കാണിച്ചു തരാം. കണ്ട നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഒത്തിരി ലേറ്റ് ആക്കുന്നില്ല, ഹോസ്റ്റലിലോട്ട് നടക്കാൻ പോകാം കേട്ടോ. ഇനി ഒത്തിരി നിൽക്കാൻ നല്ല മഴക്കാറുമായി ഇരുട്ടാനും തുടങ്ങി. ഇനിയിപ്പോൾ ഹോസ്റ്റലിലോട്ട് ഡയറക്റ്റ് അങ്ങ് പോയി. ഇനി എങ്ങും ഇറങ്ങുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ഗൈസ് ഓൾ എൻജോയ് ഇറ്റ്. ഇഫ് യു എൻജോയ്, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.